കാസർഗോഡ് ബേക്കൽ ഫെസ്റ്റിൽ റാപ്പർ വേടന്റെ പരിപാടിക്കിടെ തിക്കും തിരക്കും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്താണ് സംഭവിച്ചത്? അരുൺ, ശ്രീജിത്ത്, പരിപാടി ഇപ്പോഴും തുടരുകയാണ്. ബേക്കൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് വേടന്റെ പരിപാടിയും ഇവിടെ നടന്നത്. രാത്രി 8 മണിയോടുകൂടിയായിരുന്നു പരിപാടി നിശ്ചയിച്ചത്. പക്ഷേ ഈ ആളുകളുടെ എണ്ണം അധികമായിരുന്നു. സംഘാടകർ കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്ക് ആളുകൾ ഒഴുകിയെത്തി. ഇതോടുകൂടി തിക്കും തിരക്കും അനുഭവപ്പെടുകയായിരുന്നു. ബേക്കൽ ഫെസ്റ്റിൽ അറബിക്കടലിനോട് ചേർന്നുള്ള പ്രദേശത്തായിരുന്നു, റെഡ്മൂൺ ബീച്ചിനോട് ചേർന്നുള്ള പ്രദേശത്തായിരുന്നു ഈ ഒരു വേടന്റെ പരിപാടി സംഘടിപ്പിച്ചത്. അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. അത് മാത്രമല്ല, ആ തിരക്കിനിടയിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. പരിപാടിക്കെത്തിയ സ്ത്രീകളും കുട്ടികൾക്കുമാണ് കൂടുതൽ പരിക്കേറ്റിരിക്കുന്നത്. 10ലധികം ആളുകളെ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടിക്ക് സമീപമാണ് ഈ ബേക്കൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അവിടെ പാളം മറികടക്കുന്നതിനിടെ യുവാവിന് ട്രെയിൻ തട്ടി എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ആംബുലൻസുകൾ ഉൾപ്പെടെ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പുറത്തേക്ക് ആളുകളെയും കൊണ്ട് ആംബുലൻസുകൾ ഉൾപ്പെടെ പോവുകയാണ്. വലിയ രീതിയിലൊരു തിക്കും തിരക്കും ഉണ്ടായിട്ടുണ്ട്. ഗതാഗത തടസ്സം വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ ആളുകൾക്ക് പുറത്തേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം. ഇപ്പോൾ ആംബുലൻസുകൾ ഉൾപ്പെടെ പുറത്തേക്ക് കടക്കാൻ കഴിയാതെ ഗതാഗത കുരുക്കിൽപ്പെട്ട് നിൽക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നത്. അത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, മുതിർന്നവർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർക്ക് വലിയ പരുക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റീജിത്ത്, അരുൺ പാറയ്ക്കൽ, സാധാരണയായി വേടന്റെ പരിപാടിക്കൊക്കെ വലിയ ഒരുപാട് പേർ എത്തുന്നതാണ്, കാണാൻ വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടാവുന്നതാണ്. അതിന് വേണ്ട ക്രമീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരുക്കിയിരുന്നില്ലേ അരുൺ പാറയ്ക്കൽ? റീജിത്ത്, ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. പക്ഷേ സംഘാടകർ കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്ക് ആളുകൾ വേടന്റെ പരിപാടിക്ക് എത്തി. ഗതാഗത കുരുക്ക്, അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഉൾപ്പെടെ സ്ഥലമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇത് 2 ബീച്ചുകൾ, ബേക്കൽ കോട്ടയോട് ചേർന്നുള്ള 2 ബീച്ചുകളുള്ള സ്ഥലമാണ്. അവിടെ ഒരു സാധാരണഗതിയിൽ ഒരുപാട് വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാവുന്ന സ്ഥലമാണ്. പക്ഷേ നിരവധി വാഹനങ്ങൾ എത്തി. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇവിടേക്ക് എത്തി. ആ വാഹനങ്ങളൊന്നും തന്നെ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ പോകാനോ സ്ഥലമില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആളുകളും അതിനനുസരിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി. അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസും സംഘാടകരും ഒക്കെ ഉണ്ടായിരുന്നു. ആളുകളോട് ഈ പരിപാടി സ്ഥലത്ത് നിന്ന് കുറച്ച് വിട്ടുനിൽക്കാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മരങ്ങളിലും ഒക്കെ കയറിയാണ് ആളുകൾ ഈ പരിപാടി കാണുന്നതിന് വേണ്ടി ശ്രമിച്ചത്. 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ തന്നെ കൊച്ചുകുട്ടികളും ഒക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം? എന്താണ് ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് അരുൺ പാറയ്ക്കൽ? ശ്രീജിത്ത്, ഈ പരുക്കേറ്റ ആളുകളുടെ പേരുവിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും വ്യക്തമായിട്ടില്ല. നമുക്ക് ഈ നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നമുണ്ട്, റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. ആശുപത്രിയുമായി ബന്ധപ്പെടാനും കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ. അവിടെ നിന്ന് ഈ ബേക്കൽ ഈ പരിപാടി സ്ഥലത്ത് നിന്ന് നമ്മളും പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതിനിടെ ഈ പരുക്കേറ്റ ആളുകളെ ഉദുമയിലെയും അതുപോലെ തന്നെ പള്ളിക്കരയിലെയും ഒക്കെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് നമുക്ക് പ്രാഥമികമായി ഇവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ട്രെയിൻ തട്ടി പരുക്കേറ്റ യുവാവിനെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ യുവാവിന്റെ പേര് വിവരങ്ങളും ഒന്നും വ്യക്തമായിട്ടില്ല. 20 വയസ്സുള്ള യുവാവാണെന്നാണ് പറയുന്നത്. ശരി, അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാസർഗോഡ് ബേക്കൽ ഫെസ്റ്റിനിടയിലാണ് റാപ്പർ വേടന്റെ പരിപാടിക്കിടെ വലിയ തിക്കും തിരക്കും ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കം 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ വന്നതാണ് ഈ അപകടത്തിന് വഴിയൊരുക്കിയത് എന്നുകൂടി മനസ്സിലാക്കുന്നു. പരിപാടി ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.